ആ ഫ്രണ്ട് ഇന്നത്തെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. നിഫ്റ്റി ഇന്ന് എക്സലൻറ്റ് ക്യാൻഡിലാണ് വന്നത്. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ബുള്ളിഷ് പേസിംഗ് ആണ്, അത് വലിയൊരു പ്ലസിനെ കാണിക്കുന്നത്. ഇന്നലത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന 2 ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. ഇന്നത്തെ ക്യാൻഡിലാണ് കറക്റ്റ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിലാണ്. ഈ രണ്ട് ക്യാൻഡിലും ട്രെൻഡ് മാനേജിങ് ക്യാൻഡിലാണ്. ഇന്നത്തെ ക്യാൻഡിൽ പ്ലസ് പോയിൻറ്റ്സ് ആദ്യം പറയാം. ഇന്നത്തെ ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഓപ്പൺ ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം സംതിങ് ലൈക്ക് ഓപ്പൺ ലോ ആയിരുന്നു. ഓപ്പൺ 23,568 ആണെങ്കിൽ ലോ 23,550 ആണ്. സോ ഇറ്റ് ഈസ് 18 പോയിന്റ് വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ ഹൈ 23,746 ആണെങ്കിൽ 23,735 ഹൈയോട് ചേർന്നാണ് ക്ലോസ് ചെയ്തത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡെക്കിനെ ക്രോസ് ചെയ്യണമെങ്കിൽ പെട്ടെന്നുള്ള ക്രോസിങ് നടക്കത്തില്ല. ആ ഡെക്കിനെ ക്രോസ് ചെയ്യണമെങ്കിൽ പല പ്രാവശ്യം പല രീതിയിൽ അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് മാത്രമേ ക്രോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, മുകളിലേക്ക് പോകുകയാണെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് നിഫ്റ്റി കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിപ്പോൾ നാളെ ഇതിനേക്കാൾ സ്പീഡിൽ മുൻപോട്ട് പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് മുൻവിധികളൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ ക്യാൻഡിലിലെ ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു ഫാക്ടർ ഇവിടെ ഉണ്ട്. അതായത് നിഫ്റ്റി ഒരു മൈനർ ബ്രേക്കൗട്ട് കൊടുത്തു എന്നുള്ള വലിയൊരു സത്യമാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു മൈനർ ബ്രേക്കൗട്ട് നിഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൈനർ ബ്രേക്കൗട്ടാണ് ശരിക്കും. ഈ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് വളരെ വാലിഡ് ബ്രേക്കൗട്ടാണ്. നോക്കാം, ഒരു മൈനർ ബ്രേക്കൗട്ടാണ് നിഫ്റ്റി കൊടുത്തത്. ബ്രേക്കൗട്ട് കൊടുത്തിട്ട് എക്സലൻറ്റ് ക്യാൻഡിലാണ് ബ്രേക്കൗട്ട് ക്യാൻഡിൽ, ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ. അതിനകത്ത് വോളിയം ഉണ്ടോ എന്നറിയില്ല. ഓക്കെ, ക്വൈറ്റ് വോളിയുണ്ട്. ഭയങ്കര വോളിയൊന്നും ഇല്ലെങ്കിൽ പോലും ക്വൈറ്റ് വോളിയുണ്ട്. ഈ കണക്കുള്ള മിനിമൽ വോളിയമല്ല, ഇറ്റ്സ് ക്വൈറ്റ് വോളിയമുണ്ട് ശരിക്കും. സോ അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണിക്കുന്നത്. നമുക്കൊരു ലോ ടൈം ഫ്രെയിം നമുക്ക് നോക്കാം, ഒരു അനാലിസിസ് നമുക്ക് നടത്താം. ഇതാണ് ലോ ടൈം ഫ്രെയിം അനാലിസിസ്. നമുക്ക് തൽക്കാലം ഇതെല്ലാം നിഫ്റ്റിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അനാലിസിസ് നോക്കാം. സോ ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സംതിലേക്ക് എന്താ പറയണ്ടേ, ഇൻവേർഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇൻവേർഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഡെവലപ്മെൻറ്റ് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കൊടുത്തിട്ടാണ് നിഫ്റ്റി കയറി പോയത്. ഇതാണ് ഇൻവേർഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഹെഡ് ഇതാണ്, അതുപോലത്തെ ലെഫ്റ്റ് ഷോൾഡർ ഇതാണ്, റൈറ്റ് ഷോൾഡർ ഇതാണ്. നേരെ കറക്റ്റ് അവിടെ നിന്ന് ബ്രേക്കൗട്ട് എടുത്ത് നിഫ്റ്റി കയറിപ്പോയി. സോ നമുക്ക് ബ്രേക്കൗട്ട് ക്യാൻഡിലും വോളിയം ഉണ്ടോ നമുക്ക് നോക്കാം. ഈ ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ വോളിയം കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് മാനേജബിൾ. ഓക്കെ, ഇന്നത്തെ വീക്ക് സെഷൻ 1-2 വീക്ക് സെഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സെഷനിലും എസ്പെഷ്യലി ക്ലോസിംഗ് സെഷനിൽ നല്ല വോളിയം വന്നെന്ന് പറയുന്നത് വലിയ പ്ലസ് പോയിന്റിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് പോകണം നിഫ്റ്റി ഈ ലെവലിൽ കട്ട് ചെയ്ത് പോകാനായിട്ട്. ഈ ഒരു ഡെക്കിനെ കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വരവെല്ലാം അത്യാവശ്യമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. എങ്കിലേ ഈ ഡെക്കിനെ കട്ട് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ. പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്തുള്ള ഡെക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെക്കിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇറ്റ്സ് 23,844 ആണ്. സോ ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 23,746 ആണ്. സോ സംതിങ് അറൗണ്ട് ഒരു 80 പോയിൻറ്റിൻ്റെ ഒരു അടുത്തൂടെ എത്താറായിരിക്കുന്നു നിഫ്റ്റി. ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. സോ മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഇന്നത്തെ അസസ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമുക്ക് പറയാനായിട്ടുള്ള വീഡിയോയിൽ പറയാനുള്ള വലിയൊരു കാര്യം, നിങ്ങൾ സെക്ടർ അനാലിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പല സെക്ടേഴ്സും ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് മീൻ റിവേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വളരെ ബ്രേക്കൗട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വരവിൻ്റെ പാതയിലാണ്. നമുക്ക് സെക്ടർ അനാലിസിസ് നമുക്ക് നടത്താം. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ടർ ഇതാണ്. ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിയൽറ്റി ആണ്. റിയൽറ്റി നോക്കുക. റിയൽറ്റി ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു EMA 10-ൽ നിന്നും താഴെ പോയി. ഇത് 4 hours ചാർട്ടാണ്. താഴെ പോയതിന് ശേഷം മീൻ റിവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചൊന്ന് കയറാൻ ശ്രമിച്ചു, പക്ഷേ കയറാൻ സാധിച്ചില്ല. ആ ലെവൽ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശരിക്കും. ഇപ്പോൾ EMA ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ലോ പൊളാരിറ്റി ആയിട്ട് ഇവിടെ മാറും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു LP സോൺ നമുക്കൊന്ന് വർക്ക് ചെയ്യാം. ഇതാണ് LP സോൺ വർക്ക് ചെയ്യുന്നത്. ഈ സോൺ ക്രോസ് ചെയ്ത് പോയാൽ മാത്രമേ ശരിക്കും റിയാലിറ്റിക്ക് തിരിച്ചൊരു കയറ്റം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. സോ രണ്ടാമത്തെ കാര്യം എന്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ നോക്കി, ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റിയാലിറ്റി സെക്ടർ ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ തന്നെ 2-3 ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത ലോവർ ഹൈയിലേക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം മൈനർ ബ്രേക്ക്ഔട്ട്സ് ചെയ്ത് വേണം മുകളിലേക്ക് വരാനായിട്ട്. അങ്ങനെ വരാൻ നേരത്തുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ഒരു റെസിസ്റ്റൻസ്, നമുക്കൊരു ട്രെൻഡ് ലൈൻ വെച്ച റെസിസ്റ്റൻസ് ആയിട്ട് ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതും ഒരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു റിയാലിറ്റിയെ സംബന്ധിച്ച്. സോ റിയാലിറ്റി അറ്റ് പ്രസൻറ്റ് വീക്ക്നെസ്സിലാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അടുത്ത സെക്ടർ മെറ്റലാണ്. മെറ്റൽ നോക്കും നിങ്ങൾ. മെറ്റലും ഇതുപോലെ തന്നെ മെറ്റൽ കയറി ഒരു ഇവിടാണ് ഓൾ ടൈം ഹൈ കൊടുത്തത്. അതിനുശേഷം താഴെ വന്നിട്ട് മെറ്റൽ തിരിച്ച് ആ ലെവലിലേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ മെറ്റലിൽ ഇൻഹെറൻറ്റ് വീക്ക്നെസ് ആണ് കാണുന്നത്. സോ ഒരു കാര്യം പ്ലസ് പോയിൻ്റ് എന്നാണ് വെച്ചാൽ, നമ്മളിവിടെ നോക്കിയാൽ മെറ്റൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റീവ് ആണെങ്കിൽ ദാറ്റ്സ് എ വെൽ ആൻഡ് ഗുഡ്. നമുക്ക് ഇവിടെ ഒരു ബ്രേക്കൗട്ടൊക്കെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറയാൻ സാധിക്കും. ഹൈ ലോ ക്രിയേഷൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല. കാര്യം ഇന്നത്തെ 4 hours ലാസ്റ്റ് ക്യാൻഡിൽ വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിലാണ്.
ഫസ്റ്റ് ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ്ങും ലാസ്റ്റ് ക്യാൻഡിൽ വളരെ വീക്കുമാണ്. സോ നമുക്ക് നാളത്തെ ക്യാൻഡിൽസ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സോ നിഫ്റ്റി PSE ആണ് നമ്മൾ നോക്കി. ഇതുപോലെ നോക്കും നിങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം തിരിച്ച് നിഫ്റ്റി എന്താ സംഭവിച്ച PSEയിൽ ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്, അടുത്ത ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. കണ്ടിന്യൂസ് 3 ലോവർ ഹൈസ് എന്ന് പറയുമ്പം PSE ഈസ് ഫേസിങ് ലോട്ട് ഓഫ് പ്രഷറാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് കയറി പോകുമെന്നറിയില്ല. കയറിപ്പോയാൽ പോലും ഈ ഒരു ഫസ്റ്റ് ബ്രേക്കൗട്ട് കൊടുത്തേ മതിയാകും, മൈനർ ബ്രേക്കൗട്ട് കൊടുത്തേ മതിയാകും മുകളിലോട്ടുള്ള പോക്കിന്. ശരിക്കും കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റിയും സെയിം തന്നെ. ഇവിടെ ഒരു ഹൈ കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ചൊരു ഹൈ വന്നത് ഈ ലെവലിലാണ്. ആ ലെവലിലാണ് ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ കണ്ടിന്യൂസ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് ഈ ലെവലിലേക്ക് സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു. ഈ ലെവൽ സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു എന്ന് വേണം പറയാം. നമുക്ക് ഒരു ഡിസൈനിങ് ട്രയാങ്കിളിലാണ് സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മേളിൽ കയറി പോകുന്നുള്ളത് അടുത്ത ഏതാനും ദിവസങ്ങൾ മാത്രം അറിയാൻ സാധിക്കുന്നത്. പക്ഷേ 4 hours ക്യാൻഡിൽ ക്ലോസിംഗ് വാസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. നമുക്കൊരു ഡെയിലി ഒന്ന് നോക്കാം. ഒരു ഡെയിലി ക്യാൻഡിൽ കേട്ടോ, സ്ട്രോങ് ക്യാൻഡിലാണ് ഡെയിലി ക്യാൻഡിൽ. താഴെ വന്നിരിക്കുന്ന ആ ലെവലൊന്ന് നോക്കും നിങ്ങൾ. സോ ഹ്യൂജ് ലെവലിലാണ് താഴെ വന്നിരിക്കുന്നത്. നിഫ്റ്റി എനർജിയാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. സ്ട്രെച്ച് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ലോവർ ഹൈയും ആ ഡിസ്റ്റൻസ് ഒന്ന് ആലോചിച്ചത് ഈ ലെവലിൽ നിന്നും അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്ത് ഈ ലെവലിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂജ് ആണല്ലേ. സോ ഈ ലെവൽ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 43,084 നിന്നും അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 43,804 നിന്നും 41,458 ആണ്. സോ സംതിങ് അറൗണ്ട് 2,300-400 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് രണ്ട് ഹൈ തമ്മിലുള്ള വ്യത്യാസം. സോ ഹ്യൂജ് കറക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അതിനുശേഷം അടുത്ത ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് കയറി പോകുന്നു വെച്ചാൽ ഈ ഭാഗത്തൊരു ഇവിടെ ഒരു ബ്രേക്കൗട്ട് സോണാണ് ശരിക്കും. ആ ബ്രേക്കൗട്ട് സോണിൽ നിന്ന് കയറി പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് ബ്രേക്കൗട്ട് ഇതൊരു മൈനർ ബ്രേക്കൗട്ട് ഇവിടെ സംഭവിച്ചാൽ മാത്രമേ നമുക്കൊരു സ്ട്രെങ്ത്തിനെ കുറിച്ചൊക്കെ നമുക്കൊരു അസസ്മെൻറ്റ് നടത്താൻ സാധിക്കത്തുള്ളൂ. സോ ഫാർ ഇത് വീക്ക്നെസ് ആണ് നമുക്ക് തീർച്ചയായും പറയാൻ. കൺസെപ്ഷനാണ്. കൺസെപ്ഷൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം അടുത്ത ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പം കൺസെപ്ഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സെക്ടർ ഈ ബഡ്ജറ്റിൽ. ആ കൺസെപ്ഷൻ ഫോർ ദി ടൈം ബീം ശരിക്കും പറഞ്ഞാൽ പക്കാ മീൻ റിവിഷന് വർക്ക് ചെയ്യുന്ന ഒരു ലെവലാണ് കാണുന്നത്. ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതാണ് പ്രീവിയസ് ബ്രേക്കൗട്ട് സോൺ. ഇതാണ് ഇവിടെ ഒരു ബ്രേക്കൗട്ട് കൊടുത്തു, അടുത്ത ബ്രേക്കൗട്ട് ഇവിടെ കൊടുത്തെങ്കിൽ കറക്റ്റായിട്ട് പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് പുൾ ബാക്ക് ലെവൽ. ഇതാണ് സിങ്ക് ലോ എന്ന് പറയുന്ന ലെവലിൽ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്യും നമുക്കൊന്ന് നോക്കാം. FMCG ആണ്, പറയേണ്ട കാര്യമില്ല. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പക്ക ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്ലസ് പോയിന്റ് FMCGയും തിരിച്ച് ആ പുൾ ബാക്ക് സോണിലേക്ക് വന്നു. ഇതാണ് പുൾ ബാക്ക് സോൺ. ആ സോണിൽ കറക്റ്റായിട്ട് വന്ന് സിങ്ക് ലോയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മേളിൽ കയറുവാണ്. ഇനി ഈ ലെവൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് മാറ്റിയാൽ പോലും ഈ ലെവലിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലെവലിലൊക്കെ സപ്പോർട്ട് എന്താ പറയുക ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് കയറണം. കയറിയാൽ മാത്രമേ കയറുള്ളൂ, എങ്കിൽ മാത്രമേ സ്ട്രെങ്ത് ഉള്ളൂ ഇതിനകത്ത്. സോ ഫാർ ഇറ്റ് ഈസ് എ വീക്ക്നെസ് എന്ന് പറയാൻ സാധിക്കും. സോ ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് എക്സലൻറ്റ് ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ബാങ്ക് നിഫ്റ്റി എന്ന് നോക്കി എത്ര ഹിറ്റ് ചെയ്ത് 902 ആണ്. നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് ബാങ്ക് നിഫ്റ്റി നിന്ന് ഹിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എക്സ്പെക്റ്റഡ് ആണ്. കാര്യം എന്താ 2 minutes ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് പറയാം. ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ ഒരു 15 minutes ചാർട്ടിലെ ലോ പൊളാരിറ്റി സോൺസ് ഒന്ന് വരച്ചോട്ടെ. സോ LP സോൺസ് ഓൾറെഡി വരച്ചു കഴിഞ്ഞു. LP സോൺസും 15 minutesലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാത്തെ ക്യാൻഡിൽ ബേസിലാണ് വരച്ചിരിക്കുന്നത്. സോ ഇന്നലത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നിവിടെ 9:15 ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ അത് നമ്മൾ കറക്റ്റ് എന്താ പറയേണ്ട പ്രീവിയസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയ ലെവലിൽ ഹിറ്റ് ചെയ്തിട്ട് നേരെ താഴെ പോയിട്ട് എന്താ സംഭവിച്ചാൽ ഈ ക്യാൻഡിലിൻ്റെ കംപ്ലീറ്റ് താഴെ വരുന്നതിൽ ഇതൊരു ബാഹുബലി ക്യാൻഡിലാണ്. ശരിക്കും സ്ട്രോങ് ക്യാൻഡിലാണ്. 0.39% 5 മിനിറ്റ് കൊടുത്ത ക്യാൻഡിൽ ഇറ്റ്സ് വെരി സ്ട്രോങ് ക്യാൻഡിൽ. എപ്പോഴും ശ്രദ്ധിക്കണം, സ്ട്രോങ് ക്യാൻഡിലിലെ പകുതിയിൽ സപ്പോർട്ട് കൊടുക്കും. ആ സപ്പോർട്ടാണ് ഇവിടെ എടുത്തത്. പ്രൈസ് ആക്ഷനാണ് പറയുന്നത്. ഇവിടെ എടുത്തിട്ട് തിരിച്ച് വീണ്ടും ഈ ലെവലിനെക്കാളും മേളിൽ വന്ന് ടച്ച് ചെയ്തു. അത് കാണിക്കുന്ന സ്ട്രെങ്ത്തിനാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് കൊടുത്തു. ആ ക്യാൻഡിൽ ബ്രേക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, പിന്നെ ഒരു കൊച്ചു ബ്രേക്ക്, അതിനുശേഷം 1, 2, 3, 4 ഈ 2 ക്യാൻഡിലിൽ 3 ക്യാൻഡിൽ ശരിക്കും പുൾ ബാക്ക് വന്നു. ശ്രദ്ധിക്കണം, ഈ 2 ക്യാൻഡിൽ വോളി ഉണ്ടായിട്ട് പോലും ഈ റെഡ് ക്യാൻഡിലിലെ ബ്രേക്ക് ക്യാൻഡിലെ താഴെ പ്രൈസിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ബയർ സ്ട്രെങ്തിനാണ് കാണിക്കുന്നത്. അടുത്ത ക്യാൻഡിൽ വീണ്ടും ബയർ ഹിറ്റ് ചെയ്തു. അതിനടുത്ത ക്യാൻഡിൽ സെല്ലർ ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും പ്രൈസിനെ താഴെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ 2 ക്യാൻഡിലും വന്നതിനേക്കാളും മേളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അത് കാണിക്കുന്നത് മൊമെൻറ്റത്തിൻ്റെ സ്ട്രെങ്തിനാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ബ്രേക്കൗട്ട് കൊടുത്തു. ഈ ലെവലിൽ നിന്നും കറക്റ്റായിട്ട് ബ്രേക്കൗട്ട് കൊടുത്തു. ആ ക്യാൻഡിൽ വോളിയുണ്ട്. തൊട്ടുമുമ്പത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ വോളിയുണ്ട്. പിന്നെ ഒരൊറ്റ കയറ്റം കയറി. പിന്നെ സിമ്പിളായിട്ടുള്ള എന്താ പറയണ്ടേ, സിമ്പിൾ പുൾ ബാക്ക് തിയറി മാത്രമാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ തിയറി ഇത് ഈ ലെവലിലാണ് ശരിക്ക് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതാണ് ലെവൽ. ദിസ് ഈസ് എക്സാ ലെവൽ. ആക്ച്വലി ഇതാണ് ലെവൽ.
ആ ലെവലിൽ തന്നെ പുൾ ബാക്ക് ചെയ്ത് എവിടെ ബ്രേക്കൗട്ട് കൊടുത്ത് പോയ സോണുണ്ടോ അവിടെ തന്നെ പുൾ ബാക്ക് ചെയ്തിട്ട് അവിടുന്ന് അതിന് വീണ്ടും കയറി. സോ ബേസിക്കലി എൻ്റെ ഈ പ്രൈസ് ആക്ഷൻ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ആ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയാൽ ഇറ്റ് ഈസ് വെരി വെരി ഈസിയാണ് ശരിക്കും. നോക്കൂ, ഈ ലെവലിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ബ്രേക്കൗട്ട് കൊടുക്കാൻ നോക്കി, ബ്രേക്ക് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ 3 ക്യാൻഡിൽ വീക്ക് ക്യാൻഡിൽ, വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിലാണ്. സെല്ലർ ഉണ്ടെന്ന് പറയാം, സെല്ലറിന് ഒരു പവറും ഇല്ല. 3ാമത്തെ ക്യാൻഡിൽ നോക്കാം എത്ര വീക്കാണെന്ന് നോക്കാം. അതിനുശേഷം ഒറ്റ കയറ്റം കയറി. സോ ഓരോ ലെവലിലും ബയർ സെല്ലർ സ്ട്രെങ്ത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എനിവേ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഒരു കമ്പനി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഷാഫ്ലർ എന്ന് പറയുന്ന വൺ ഓഫ് ദി ടോപ്പസ്റ്റ് കമ്പനി ഇൻ ദി വേൾഡ് ആണ്. ഷാഫ്ലർ ഇന്ത്യ എന്ന് പറയുന്ന ബോൾ ബെയറിങ്ങിലൊക്കെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലീഡിങ് കമ്പനിയാണ്. വൺ ഓഫ് ദി ടെസ്ലയുടെ മെയിൻ സപ്ലയറാണ് യൂറോപ്പിലേക്കുള്ള. ഷാഫ്ലർ ഹാസ് അനൗൺസ് ദി ലോഞ്ച് ഓഫ് ഇറ്റ്സ് പ്ലാനറ്ററി ഗിയർ സിസ്റ്റം, PGS എന്ന് പറയും. അവരുടെ ഹുസൂർ പ്ലാന്റിൽ നിന്നുമാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സൊല്യൂഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ഡെഡിക്കേറ്റഡ് ഹൈബ്രിഡ് ട്രാൻസ്മിഷൻ വെഹിക്കിൾസിന് വേണ്ടിയാണ്. ഹൈബ്രിഡ് ട്രാൻസ്മിഷൻ വെഹിക്കിൾസിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് പ്ലാനറ്ററി ഗിയർ സിസ്റ്റം. അത് അവരുടെ ഹുസൂർ പ്ലാന്റിൽ നിന്നും ഷാഫ്ലർ സ്റ്റാർട്ട് ചെയ്തു. കമ്പനിയെ സംബന്ധിച്ച് അത് വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ഇത്രയും വലിയൊരു ചെയിൻ ഇന്ത്യയിൽ ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ബിഗ് മൈൽ സ്റ്റോൺ.